സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത 7ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണ് അത് ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, ഖുർആൻ ഏതാണ് നമ്മുടെ പരീക്ഷയുടെ ഭാഗമായി വരുന്നത്, ഹിഫ്ളിൽ കാണാതെ പഠിക്കാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്, ഹിഫ്ളിന് പുറമെ മറ്റെന്തെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുമെങ്കിൽ അത് ഏതൊക്കെയാണ്, ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു മോഡൽ ചോദ്യ പേപ്പർ ഒന്ന് വായിക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു സജദയിലെ 21, 22, 23 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെക്കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഖുർആനിൻ്റെ ഭാഗമായി പരീക്ഷയ്ക്കുള്ള ഭാഗം 21, 22, 23, 24 ഈ ജുസ്ഉകളാണ്. 4 ജുസ്ഉകളാണ് ഖുർആനിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒരു 3-4 ആയത്തുകൾ ഉണ്ടാകും. എന്തായാലും വലിയ ആയത്താണെങ്കിൽ 2 ആയത്തോ 3 ആയത്തോ ഉണ്ടാകും. അപ്പോൾ 4 ആയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും നല്ല രൂപത്തിന് ഓതി കൊടുക്കാൻ പാകത്തിന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഏതാണ് ഭാഗം എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ ഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് ചോദ്യം വരികയുള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല ഇനി അങ്ങോട്ട് ഖുർആൻ്റെ പരീക്ഷ ഉണ്ടാവുക. കാരണം ഈ വർഷം മുതൽ 5, 6, 7, 8 4 ക്ലാസ്സുകളിലെ പാഠപുസ്തകം മാറി. അതോടൊപ്പം തന്നെ ഖുർആൻ പരീക്ഷയുടെ ശൈലിയും മാറി. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഖുർആൻ പരീക്ഷയ്ക്ക് ഉസ്താദിന് മാത്രം ഒരു ചോദ്യപേപ്പർ ഉണ്ടാകും. നമുക്കൊന്നും കിട്ടാറില്ല, നമ്മൾ ഓതിക്കൊടുത്തു പോരും. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനി നിങ്ങൾക്കും ഉണ്ടാകും ഖുർആൻ പരീക്ഷയ്ക്കൊരു പേപ്പർ. എന്തായിരിക്കും ആ പേപ്പറിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അതും കൂടെ നമുക്കിവിടെ വിശദീകരിക്കണം. ഇനി നമ്മളോട് നിർദ്ദേശിച്ച ഒരു ഭാഗമുണ്ടാകും, ഓദിപ്പിക്കുന്നത് എന്തായാലും ഉണ്ടാകും. അങ്ങനെ ഓരോ കുട്ടിയെയും ഉസ്താദിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നിർദ്ദേശിച്ച ഭാഗം ഏതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം 4 ജുസുണ്ട്. 4 ജുസിൽ നിന്ന് എവിടെ നിന്നും ചോദിക്കാം. അപ്പോൾ ആ ചോദിച്ച ഭാഗം നമ്മൾ ഓതിക്കൊടുക്കുന്ന സമയത്ത് ഉസ്താദിന് മാർക്ക് കൊടുക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ കാണുന്ന ചോദ്യ പേപ്പർ നോക്കൂ. മഖ്റജിന് 20 മാർക്കാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കേണ്ടുന്നതായ സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം ത ആയിപ്പോകരുത്. തായുണ്ട്, ത്വ ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുമ്പോൾ എല്ലാം ഹ എന്നായിരിക്കും. ശരിക്ക് ആ ഉണ്ട്, ഹ ഉണ്ട്, ആ ഉണ്ട്, അതുപോലെ തന്നെ ഹ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മഖ്റജ് ഉണ്ട്. ഫുള്ള് ക ആയി പോകരുത്. ക ഉള്ളിടത്ത് ക പറയുക, ക ഉള്ളിടത്ത് ക എന്ന് തന്നെ പറയുക. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടുവിക്കേണ്ടുന്നതായ മഖ്റജ്, ആ മഖ്റജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ 20 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇനി ഇങ്ങനെ മഖ്റജ് എന്നുള്ളത് കൊടുക്കാതെ ഈ മഖ്റജിൻ്റെ 20 മാർക്കിനെ മുറിച്ച് 4 5 ചോദ്യങ്ങളാക്കി മാറ്റും. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും മഖ്റജ് കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യം അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് അവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവൻ 5 മാർക്ക്, ത്വഇൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 3 മാർക്ക്, അല്ലെങ്കിൽ അലിഫ് നീട്ടുന്നുണ്ടെങ്കിൽ 2 മാർക്ക്. ഇങ്ങനെ ഈ മഖ്റജിനെ പിടിച്ചിട്ട് 20 മാർക്കുള്ളത് 4 5 ചോദ്യങ്ങളായി വരും. എന്നിട്ട് നമ്മളോട് ഓദിപ്പിക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ എത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉസ്താദ് നോക്കുന്ന ആ സമയത്ത് തന്നെ അതിന് നിർദ്ദേശ കള്ളി ഉണ്ടാവും മാർക്കിടാൻ. ആ കള്ളിയിൽ തന്നെ മാർക്കിട്ട് കൊടുക്കും. ഇനി അഹ്കാമുകൾ നോക്ക്. 20 മാർക്കാണ് അഹ്കാം. അഹ്കാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? ഇദ്ആമുണ്ട്, ഇൽഹാറുണ്ട്, ഇഖ്ഫാ ഉണ്ട്, ഇഖ്ലാബുണ്ട്. അങ്ങനെ പല വിധികളുമുണ്ട്. ഇപ്പോൾ ഇദ്ആമിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഇദ്ആമു ബിഉന്ന ബിലാഉന്ന, അത് തന്നെ സുക്കൂനുള്ള നൂന് തെൻവീന്, അതിൻ്റെ ശേഷം വരുന്നതിലുള്ള നിയമങ്ങളൊന്ന്. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ നോക്കിയിട്ട് വേറൊരു നിയമം. പ്രധാനമായും അങ്ങനെ 2 ഭാഗമായി തിരിയും. സുക്കൂനുള്ള മീമ് ഒരു ഭാഗത്ത്, അവിടെ ഇൽഹാർ ഉണ്ടാവും, ഇഖ്ഫാ ഉണ്ടാവും, ഇഖ്ലാബ് ഉണ്ടാവും, ഇദ്ആം ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈഡ് വരുന്നത് സുക്കൂനുള്ള നൂന് തെൻവീന്, അവിടെയുണ്ട് ഇദ്ആം, അതുപോലെ തന്നെ ഇഖ്ഫാ, ഇൽഹാറൊക്കെ. അപ്പോൾ ഓരോ നിയമങ്ങളും ശ്രദ്ധിച്ചാണോ ഓതുന്നത് എന്ന് പ്രത്യേകം കള്ളി തിരിച്ച് നോക്കാൻ വേണ്ടി ഉസ്താദിനോട് ആവശ്യപ്പെട്ടിട്ട് അത് ചോദ്യ പേപ്പറിൽ ഉണ്ടാകും.
അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കള്ളിയിലൊക്കെ ഇങ്ങനെ 5 5 5 5 മാർക്കിട്ട് പോകും. ആ ഒരു ശൈലിയിലേക്കായിരിക്കും ഇനി നമ്മുടെ ഖുർആൻ പരീക്ഷ മാറുക. ഓരോ കുട്ടിക്കും പേരെഴുതാനുള്ള പേപ്പറുകളുണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ പോലെ നിയമങ്ങൾ പഠിക്കാതെ പോകുന്ന ശൈലി ഇനി നടക്കില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. ഒന്ന് ഓർത്തെടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിലുണ്ടാവും. അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഖുർആനിൽ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. പിന്നെ താഴോട്ട് വരുമ്പോൾ ഹുസ്നു സൗത്തിന് 5 മാർക്കാണ്. നല്ല രൂപത്തിൽ നല്ല ഉസ്താദ് ഓതി തന്ന ആ ഒരു ശൈലിയും ശബ്ദവും ഒക്കെ എടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ ഓതുമ്പോൾ 5 മാർക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇബ്തിദാ വഖഫ് തുടക്കം അഊദു ബിസ്മി മറന്നു പോകരുത്, അതിനും പ്രത്യേക മാർക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വഖഫ് നിർത്തേണ്ടുന്ന ഘട്ടത്തിൽ നിർത്തുക. അതേ പ്രകാരം തന്നെ നിർത്തുകയാണെങ്കിൽ വഖഫിൻ്റെ ചിഹ്നങ്ങളുള്ളടത്ത് നിർത്തുക. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ ചിഹ്നമില്ലാത്തടത്താണെങ്കിൽ ഒരല്പം ബേക്കോട്ട് നിന്ന് എടുത്ത് വീണ്ടും ഓതുക. ഇതൊക്കെ വഖഫിൻ്റെ വിഷയങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവസാനം നിർത്തിക്കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ഉറക്കെ പറയുന്ന സമയത്ത് അതിന് നിർദ്ദേശ മാർക്ക് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇതിലൊന്നും പറയാത്ത പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മദ്ദിൻ്റെ കാര്യം. മദ് നിർബന്ധമായും നീട്ടാനുള്ള മദ് നീട്ടിയേ പറ്റൂ. അതുപോലെ തന്നെ അലിഫ് വാവ് യാ കൊണ്ട് നീട്ടുന്ന ചെറിയ രൂപത്തിലുള്ള നീട്ടൽ അതും വിട്ടുപോകരുത്. അപ്പോൾ മദ്ദിൻ്റെ വിഷയം, ഇദ്ഗാമ്, ഇദ്ഹാർ തുടങ്ങിയിട്ടുള്ള വിധികൾ, പിന്നെ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്ഥാനങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ കുത്തുബ് ജദിൻ്റെ അക്ഷരങ്ങളുണ്ട്, കൂത്ത് ജദ്, ഇതിൽ വരുന്ന ഈ അക്ഷരങ്ങൾ അതൊരായത്തിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പറയണം. ബ് എന്ന് കേൾക്കുന്ന രൂപത്തിൽ തന്നെ പറയണം. എന്ന് പറഞ്ഞാൽ പറ്റില്ല, കേൾക്കാത്ത രൂപത്തിലല്ല, കേൾക്കുന്ന രൂപത്തിൽ വെളിവാക്കി പറയണം. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. അതിനൊക്കെ മാർക്ക് 3-4 മാർക്ക് ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. ഹിഫ്ളിന് നമുക്ക് കാണാതെ പഠിക്കാനുള്ള സൂറത്തുൽ വാഖിയയാണ്. വാഖിയയിൽ നിന്ന് 36 ആയത്താണ് നമുക്ക് കാണാപാഠം പഠിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക. അതിൽ ഒന്ന് സൂറത്തുൽ വാഖിയയിൽ നിന്ന് 3 മുതൽ 10 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും കുട്ടി ഓതിയാൽ അവന് 30 മാർക്കാണ്. ഈ ചോദ്യം തന്നെ ചിലപ്പോൾ 2 ചോദ്യങ്ങളായിട്ട് വരാം. 15ഉം 15ഉമായിട്ട് 3 മുതൽ 10 വരെ ഒന്നും 12 മുതൽ 15 വരെ ഒന്നും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 36ഓളം ആയത്തുകൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ ഒരു പേടിയും കൂടാതെ നമുക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാൻ കഴിയും. ഓതിക്കൊടുക്കുന്ന സമയത്ത് നേരത്തെ ഖുർആനിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ പോലെ തന്നെ ഹിഫ്ളും ഓതിക്കൊടുക്കുക. ഹിഫ്ള് ചില കുട്ടികൾ വേഗത്തിൽ പേടിച്ചങ്ങ് ഓതിക്കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അക്ഷരപ്പിഴവുകളും മഖ്റജിൻ്റെയും വിധികളുടെയൊക്കെ എതിരായി വരുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകും. അതും കൂടെ ശ്രദ്ധിക്കുക. മെല്ലെ സാധാ ഖുർആൻ ഓതുന്ന ശൈലിയിൽ തന്നെ ഹിഫ്ളും ഓതി ശീലിക്കുക. പിന്നെ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻ്റ്, നിസ്കാര ശേഷമുള്ള ദുആ 4 വരിയിൽ കുറയാതെ 20 മാർക്കാണ് അതിന് ചോദിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 മാർക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് വരും, ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പായല്ലോ. അതുകൊണ്ട് ഇത് എവിടുന്നാണ്, എങ്ങനെയാണ്, ഏതാണ് എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫിഖ്ഹിൽ നിന്ന് പഠിച്ച ദിക്റുകളായിരിക്കും വരിക. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ദിക്റുകളും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ വരുന്ന ദിക്റുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഉദാഹരണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കയറുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ളതിൽ പെടാത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുന്നത്, സലാം പറയുന്ന രൂപം, ബാങ്ക് കൊടുക്കുന്ന രൂപം, ഇക്കാമത്ത് കൊടുക്കുന്ന രൂപം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ 1-നും 2-നും 3-നും 4-നും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് വെക്കുക. പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കും, അത് പറയാൻ കഴിയാതെയായാൽ 20 മാർക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതും ഖുർആൻ പരീക്ഷയുടെ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കൊടുത്ത വിഷയങ്ങളിലുള്ള ഏതെങ്കിലും ഒന്നാവട്ടെ നാളെ വരുന്നത് എന്ന് പ്രത്യാശിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം. ചെയ്യാതെ കാണുന്നവർ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരം പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്സോ അൽഹംദുലില്ലയോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.